എല്ലാവർക്കും ദൃഷ്ടി ന്യൂസിന്റെ റൂട്ടഡ് ആപ്പിലെ ഇന്ത്യൻ ജോഗ്രഫി ക്ലാസ്സിന്റെ ഹിമാലയൻ നദികളെ കുറിച്ചുള്ള ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിമാലയൻ നദികളിലെ സിന്ധു നദിയെയും അതിന്റെ പോഷക നദികളെ കുറിച്ചുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നമ്മൾ ഹിമാലയൻ നദികളെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ ക്ലാസ് കഴിഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ അത് സിന്ധു നദിയും അതിന്റെ പോഷക നദികളെ കുറിച്ചുമുള്ള ക്ലാസ്സിലേക്കാണ് കടക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ഹിമാലയൻ നദികൾ പ്രധാനമായും മൂന്നെണ്ണമാണ് ഉള്ളത്: സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇതിൽ നമ്മൾ ഇന്ന് സിന്ധു നദിയെ പറ്റിയാണ് പഠിക്കുന്നത്. സിന്ധു നദിയെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് സിന്ധു നദി പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്. ഹിമാലയൻ നദികളിൽ മറ്റു രണ്ട് നദികളും, അതായത് ഗംഗയും ബ്രഹ്മപുത്രയും ഒഴുകുന്നത് കിഴക്കോട്ടും സിന്ധു നദി പടിഞ്ഞാറോട്ടുമാണ് ഒഴുകുന്നത്. പടിഞ്ഞാറോട്ട് ഒഴുകി അത് അറബിക്കടലിൽ, പാകിസ്ഥാനിൽ വെച്ച് അറബിക്കടലിലാണ് പതിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം: ഹിമാലയൻ നദികളിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. ബാക്കി രണ്ട് നദികളായ ഗംഗയും ബ്രഹ്മപുത്രയും കിഴക്കോട്ടാണ് ഒഴുകുന്നത്. ഇനി ഇതിന്റെ ഉത്ഭവത്തെ പറ്റിയും ഒന്ന് നമ്മൾ നോക്കാം. ഈ മൂന്ന് നദികളും എവിടെയാണ് ഉത്ഭവിക്കുന്നത്? സിന്ധുവും ബ്രഹ്മപുത്രയും ചൈനയിലാണ് ഉത്ഭവിക്കുന്നത്. ചൈനയിലെ ടിബറ്റിലാണ് സിന്ധുവും ബ്രഹ്മപുത്രയും ഉത്ഭവിക്കുന്നത്. പക്ഷേ ഗംഗാ നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലാണ്. അപ്പോൾ ബ്രഹ്മപുത്ര നദികളിൽ ഇന്ത്യയിൽ ഉത്ഭവിക്കുന്ന നദിയാണ് ഗംഗാ നദി. ബാക്കി രണ്ട് നദികളായ സിന്ധുവും ബ്രഹ്മപുത്രയും ചൈനയിലെ ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നത്. ഈ ഉത്ഭവത്തെ പറ്റിയുള്ള ഇനിയുള്ള ക്ലാസ്സുകളിൽ നമ്മൾ കൂടുതൽ പഠിക്കുന്നതായിരിക്കും. നമ്മളപ്പോൾ നേരത്തെ പറഞ്ഞു ഇന്ന് നമ്മൾ സിന്ധു നദിയെ പറ്റിയാണ് കൂടുതൽ പഠിക്കുവാൻ പോകുന്നതെന്ന്. ഇന്ന് സിന്ധു നദിയെയും പോഷക നദികളെയും പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ആദ്യമായിട്ട് സിന്ധു നദി, ഒരു നദിയെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ ഉത്ഭവം, അത് കടന്നു പോകുന്ന പട്ടണങ്ങൾ, അത് എവിടെ ചെന്ന് പതിക്കുന്നു, അതിന്റെ പോഷക നദികൾ എന്തൊക്കെയാണ്, അതിലുള്ള ജലവൈദ്യുത പദ്ധതികൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഒരു നദിയെ പറ്റി പഠിക്കുമ്പോൾ കൂടുതലായി മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങൾ. ആദ്യമായിട്ട് നമുക്ക് സിന്ധു നദി എവിടെയാണ് ഉത്ഭവിക്കുന്നത് എന്ന് നോക്കാം. ഓൾറെഡി പറഞ്ഞു, സിന്ധു നദി ഉത്ഭവിക്കുന്നത് ചൈനയിലാണ്. ചൈനയിൽ ടിബറ്റിൽ മാനസരോവർ തടാകം എന്ന് പറഞ്ഞൊരു തടാകമുണ്ട്. ആ തടാകത്തിനടുത്ത് ഒരു ഹിമാനി എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞു മലകളെയാണ് നമ്മൾ ഹിമാനികൾ എന്ന് പറയുന്നത്. ഇംഗ്ലീഷിൽ അതിനെ ഗ്ലേസിയർ എന്ന് പറയും. അപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന മഞ്ഞുമലകളാണ് ഹിമാനികൾ. ഈ ഒരു ഹിമാനി, ബോഗാർച്ചു ഹിമാനി, മാനസരോവർ തടാകത്തിനടുത്തുള്ള ബോഗാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ടിബറ്റിലാണ് ഉത്ഭവിക്കുന്നത്, മാനസരോവർ തടാകത്തിനടുത്താണ് ഉത്ഭവിക്കുന്നത്. മാനസരോവർ തടാകത്തിനടുത്ത് എവിടെ നിന്നാണ്? ബോഗാർച്ചു ഹിമാനിയിൽ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഈ മാനസരോവർ തടാകത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഹിന്ദുക്കളുടെ പുണ്യ തടാകം എന്നാണ് മാനസരോവർ തടാകം അറിയപ്പെടുന്നത്. അപ്പോൾ ഹിന്ദുക്കളുടെ പുണ്യ തടാകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനസരോവർ തടാകമാണ്. അത് എവിടെയാണ്? ചൈനയിലെ ടിബറ്റിലാണ് മാനസരോവർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അവിടെ നിന്നാണ് സിന്ധു നദി ഉത്ഭവിക്കുന്നത്. ഇനി ഇവിടെ നമുക്ക് ഒരു എക്സ്ട്രാ പോയിന്റ് മനസ്സിലാക്കി വെക്കാം. ഇന്ത്യയിൽ ഒരു തടാകം ഹിന്ദുക്കളുടെ പുണ്യ തടാകം എന്ന് അറിയപ്പെടുന്നുണ്ട്. അതേതാണ്? പുഷ്കർ തടാകം. രാജസ്ഥാനിലെ പുഷ്കർ തടാകം. അപ്പൊ ഇന്ത്യയിൽ ഹിന്ദുക്കളുടെ പുണ്യ തടാകം എന്നറിയപ്പെടുന്ന തടാകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുഷ്കർ തടാകമാണ്. അതുകൂടാതെ സാധാരണ രീതിയിൽ ഹിന്ദുക്കളുടെ പുണ്യ തടാകം എന്ന് പൊതുവെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കേണ്ട ഉത്തരം മാനസരോവർ തടാകമാണ്. ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ പുണ്യ തടാകം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം പുഷ്കർ തടാകമാണ്. പുഷ്കർ തടാകം ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാനിലാണ് പുഷ്കർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അടുത്തതായിട്ട് ഇനി സിന്ധു നദി, ഓൾറെഡി പറഞ്ഞു സിന്ധു നദി ഉത്ഭവിക്കുന്നത് ചൈനയിലാണ്. സിന്ധു നദി ഉത്ഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിന്ധു നദി ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് അത് ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ലഡാക്കിലൂടെയാണ്. അപ്പോൾ സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് എവിടെ കൂടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ലഡാക്കിലൂടെയാണ് സിന്ധു നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. ലഡാക്കിൽ എത്തിച്ചേരുന്നതിന് ശേഷം സിന്ധു നദി ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. അപ്പോൾ ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഉത്തരം? സിന്ധു നദി. സിന്ധു നദിയാണ് ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി. ഈ ലേ പട്ടണത്തിൽ വെച്ച് സിന്ധു നദിയിലേക്ക് മറ്റൊരു നദി വന്നു ചേരുന്നുണ്ട്. ആ നദിയുടെ പേരാണ് ഷിയോക് നദി. ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചാൽ അത് സിന്ധു നദിയാണ്. ലേ പട്ടണത്തിൽ വെച്ച് സിന്ധു നദിയിൽ വന്നു ചേരുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിയോക് നദിയാണ്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കണം. ഒന്ന്,
ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദി. ലേ പട്ടണത്തിൽ വെച്ച് സിന്ധു നദിയിലേക്ക് വന്നു ചേരുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷിയോക് നദിയാണ്. ഇനി വേറൊരു കാര്യം ഇവിടെ ശ്രദ്ധിക്കുവാനുള്ളത്, ഷിയോക് നദി സിന്ധു നദിയുമായി കൂടിച്ചേരുന്നതിന് മുമ്പ് മറ്റൊരു നദി ഷിയോക് നദിയിൽ ചേരുന്നുണ്ട്. ആ നദിയുടെ പേരാണ് നോബ്ര. ആ നദിയുടെ പേരാണ് നോബ്ര. അപ്പോൾ സിന്ധു നദിയിൽ ഷിയോക് നദി വന്ന് ചേരുന്നതിന് മുമ്പായിട്ട് ഷിയോക് നദിയിൽ വന്നു ചേരുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നോബ്ര നദിയാണ്. നോബ്ര നദി എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നത്? സിയാച്ചിനിൽ നിന്നാണ്. സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നാണ്. അതായത് സിയാച്ചിനിലെ ഹിമാനിയിൽ നിന്നാണ് നോബ്ര നദി ഉത്ഭവിക്കുന്നത്. ഇനി അടുത്തായിട്ട് നമുക്ക് ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ലേ പട്ടണത്തിൽ വെച്ച് സിന്ധു നദിയിൽ ഈ ഒരു ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ലേ പട്ടണത്തിൽ വെച്ച് ഷിയോക് നദി സിന്ധു നദിയുമായി ചേരുകയും അതിനു മുമ്പായിട്ട് നോബ്ര നദി ഷിയോക് നദിയിൽ വന്ന് ചേരുന്നുണ്ട്. അപ്പൊ ഷിയോക് നദിയിൽ വന്ന് ചേരുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോബ്രയാണ്. ഷിയോക് നദി അതിനുശേഷം സിന്ധു നദിയിൽ വന്ന് ചേരുന്നു. ലേ പട്ടണത്തിൽ വെച്ച് സിന്ധു നദിയിൽ വന്നു ചേരുന്നു. അപ്പോൾ ഇവിടെ മനസ്സിലാക്കി വെക്കേണ്ട പല കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ത്യയിലേക്ക് സിന്ധു നദി കടക്കുന്നത് ലഡാക്കിലൂടെയാണ്. ലഡാക്കിൽ പ്രവേശിച്ച ശേഷം അത് ലേ പട്ടണത്തെ ചുറ്റി ഒഴുകുന്നു. ഈ ലേ പട്ടണത്തിൽ വെച്ച് മറ്റൊരു നദി സിന്ധു നദിയിൽ വന്ന് ചേരുന്നുണ്ട്. അതാണ് ഷിയോക് നദി. ഷിയോക് നദി സിന്ധു നദിയിൽ ചേരുന്നതിന് മുമ്പായിട്ട് അതിൽ വന്ന് ചേരുന്ന നദിയാണ് നോബ്ര നദി. ഈ നോബ്ര നദി എവിടെയാണ് ഉത്ഭവിക്കുന്നത്? സിയാച്ചിനിൽ. സിയാച്ചിൻ ഗ്ലേസിയറിൽ നിന്നാണ് നോബ്ര നദി ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി അടുത്തത് ലഡാക്ക് പർവ്വതനിര. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ലഡാക്ക് പർവ്വതനിര, കാരക്കോറം പർവ്വതനിര, ഇങ്ങനെയെല്ലാം പഠിച്ചിട്ടുണ്ട്. ഈ ലഡാക്ക് പർവ്വതനിരയുടെയും കാരക്കോറം പർവ്വതനിരയുടെയും ഇടയിൽ കൂടി ഒഴുകുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാരക്കോറം പർവ്വതനിരയും ലഡാക്ക് പർവ്വതനിരയും കാണാം. അതിന്റെ മധ്യത്തിലൂടെയാണ് സിന്ധു നദി ഒഴുകി പോകുന്നത്. അപ്പോൾ സിന്ധു നദി ഏതൊക്കെ പർവ്വതനിരയുടെ മധ്യത്തിലൂടെയാണ് അല്ലെങ്കിൽ ഇടയിലൂടെയാണ് കടന്നു പോകുന്നത്, ഒഴുകി പോകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലഡാക്ക് പർവ്വതനിരയുടെയും കാരക്കോറം പർവ്വതനിരയുടെയും ഇടയിൽ കൂടിയാണ് സിന്ധു നദി ഒഴുകുന്നത്. അപ്പോൾ ഏത് ഹിമാലയ നദിയാണ് ലഡാക്ക് പർവ്വതനിരയുടെയും കാരക്കോറം പർവ്വതനിരയുടെയും ഇടയിൽ കൂടി ഒഴുകുന്നത്? സിന്ധു നദിയാണ് അങ്ങനെ ഒഴുകുന്നത്. അതിനുശേഷം നമുക്ക് ലേ പട്ടണത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ പഠിക്കാം. ലേ പട്ടണം ഓൾറെഡി പറഞ്ഞു. ലേ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിയുടെ തീരത്താണ്. അപ്പോൾ സിന്ധു നദിയുടെ തീരത്തുള്ള ലഡാക്കിന്റെ പട്ടണം ഏത്? ലഡാക്കിന്റെ തലസ്ഥാനം ആണ് ലേ പട്ടണം. ആ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? സിന്ധു നദിയുടെ തീരത്താണ്. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കി വെക്കേണ്ടത്, ഇന്ത്യയിലെ ജില്ലകളിൽ 2ാം സ്ഥാനമാണ് ലേ പട്ടണത്തിന് ഉള്ളത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജില്ലകളെ, എല്ലാ സംസ്ഥാനങ്ങളും എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിലെ ജില്ലകളിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ലേ ജില്ലയാണ്. അപ്പോൾ ഏറ്റവും വലിയ ജില്ല ഏതായിരിക്കും? കച്ച്. ഗുജറാത്തിലെ കച്ചാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ജില്ല. ഏറ്റവും വലിയ ജില്ല ഗുജറാത്തിലെ കച്ചാണ്. 2ാമത്തെ ജില്ലയാണ് ലേ. ഇനി ലേ പട്ടണത്തിൽ ഒരു വിമാനത്താവളം ഉണ്ട്. ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളമാണ് ഈ വിമാനത്താവളം. ഈ വിമാനത്താവളത്തിന്റെ പേരാണ് കുഷോക് ബക്കുളെ റിംപോച്ചെ. അപ്പോൾ ആ റിംപോച്ചെ എന്നുള്ള പദം ഓർത്തു വയ്ക്കുക. കുഷോക് ബക്കുളെ റിംപോച്ചെ എന്ന പേരിലാണ് ലേയിലെ വിമാനത്താവളം അറിയപ്പെടുന്നത്. ഈ വിമാനത്താവളത്തിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന വിമാനത്താവളം അല്ലെങ്കിൽ എയർപോർട്ടാണ് കുഷോക് ബാക്കുളെ റിംപോച്ചെ. അപ്പോൾ ഈ എയർപോർട്ടിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ട് അല്ലെങ്കിൽ വിമാനത്താവളം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലേ പട്ടണത്തിലാണ്. അതിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ കുഷോക് ബാക്കുളെ റിംപോച്ചെ എന്നാണ്. അടുത്തായിട്ട് നമ്മൾ പഠിച്ചു, സിന്ധു നദി ചൈനയിൽ ഉത്ഭവിക്കുന്നു, അതിനുശേഷം ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. അതിനുശേഷം ഇന്ത്യയിൽ നിന്ന് അത് പാകിസ്ഥാനിലോട്ടാണ് ഒഴുകുന്നത്. സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗ പർവ്വതത്തിനടുത്തുള്ള ചില്ലാർ എന്ന സ്ഥലത്തുകൂടെയാണ്. പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കുന്നത് നംഗപർവ്വതം. അപ്പോൾ ഓപ്ഷനിൽ നംഗപർവ്വതം എന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ചില്ലാർ എന്ന് ചോദിക്കാം. അപ്പോൾ നമ്മൾ ഇത് ഓപ്ഷൻ നോക്കിയിട്ട് നംഗപർവ്വതത്തിനടുത്ത് ചില്ലാർ എന്ന സ്ഥലത്തു കൂടെയാണ് പാകിസ്ഥാനിലേക്ക് സിന്ധു നദി പ്രവേശിക്കുന്നത്. അതിനുശേഷം അത് താഴോട്ട് ഒഴുകി കറാച്ചിയിൽ എത്തിയതിനു ശേഷം പല കൈവഴികളെ പിരിഞ്ഞ് അറബിക്കടലിൽ പതിക്കുന്നു. സിന്ധു നദി കറാച്ചിയിൽ വെച്ച്
കൈവഴികളായി പിരിഞ്ഞ് എവിടെയാണ് പതിക്കുന്നത്? അറബിക്കടലിൽ പതിക്കുന്നു. അപ്പോൾ സിന്ധു നദി പാകിസ്ഥാനിലേക്ക് പ്രവേശിക്കുന്നത് നംഗ പർവ്വതത്തിനടുത്തുള്ള ചില്ലാർ എന്ന സ്ഥലത്ത് വെച്ചാണ് പാകിസ്ഥാനിൽ പ്രവേശിക്കുന്നത്. പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷം അത് കറാച്ചിയിൽ എത്തിയതിനു ശേഷം കൈവഴികളായി പിരിഞ്ഞ് അറബിക്കടലിൽ പതിക്കുന്നു. അപ്പോൾ ഉത്ഭവം ചൈനയിലും പതനം പാകിസ്ഥാനിലുമാണ്. ഉത്ഭവം ടിബറ്റിനടുത്തുള്ള മാനസരോവർ തടാകത്തിനടുത്തുള്ള ഗ്ലേസിയറിൽ നിന്നാണ്. അവിടെ നിന്നും ഇന്ത്യയിലേക്ക് പ്രവേശിച്ച് പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷം അറബിക്കടലിൽ പതിക്കുന്നത്. ഇതാണ് സിന്ധു നദിയുടെ സഞ്ചാരപാത. ഇനി സിന്ധു നദി ഏറ്റവും ദൂരം ഒഴുകുന്നത് ഈ 3 രാജ്യങ്ങളിൽ ഏത് രാജ്യത്തൂടെയാണ് സിന്ധു നദി ഏറ്റവും ദൂരം ഒഴുകുന്നത്? അത് പാകിസ്ഥാനിലൂടെയാണ്. ഇന്ത്യയിലൂടെയും ഒഴുകുന്നുണ്ട്, ചൈനയിലൂടെയും ഒഴുകുന്നുണ്ടെങ്കിലും ഏറ്റവും ദൂരത്തിൽ ഒഴുകുന്നത് പാകിസ്ഥാനിലൂടെയാണ്. പാകിസ്ഥാന്റെ ദേശീയ നദി, പാകിസ്ഥാന്റെ ജീവരേഖ എന്നിങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് സിന്ധു നദിയാണ്. എന്തുകൊണ്ടാണ് ജീവരേഖ എന്ന് അറിയപ്പെടാൻ കാരണം? എന്തുകൊണ്ടാൽ ഈ സിന്ധു നദി കടന്നു പോകുന്ന വഴികളിലുള്ള സ്ഥലങ്ങളെല്ലാം കൃഷിയോഗ്യമാണ്. അവിടെ ഫലഭൂയിഷ്ഠമായ പ്രദേശമാണ്. അതുകൊണ്ട് ആണ് പാകിസ്ഥാന്റെ ജീവരേഖ എന്ന് സിന്ധു നദിയെ വിളിക്കുന്നത്. അപ്പൊ സിന്ധു നദി പാകിസ്ഥാന്റെ ദേശീയ നദിയാണ്. അതോടൊപ്പം പാകിസ്ഥാന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയും സിന്ധു നദിയാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് പാകിസ്ഥാനിലെ ഒരു അണക്കെട്ടിനെ പറ്റി പഠിക്കാം. അതാണ് ടർബേല അണക്കെട്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ടർബേല അണക്കെട്ട്. പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ടർബേല അണക്കെട്ട്. ഈ ടർബേല അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ നിർമ്മിച്ചിരിക്കുന്നത് സിന്ധു നദിയിലാണ്. സിന്ധു നദിയിലാണ് ടർബേല അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ടർബേല അണക്കെട്ട് ഏത് നദിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്? സിന്ധു നദി. അത് എവിടെയാണ്? പാകിസ്ഥാനിലെ ഏറ്റവും വലിയ അണക്കെട്ടാണ് ടർബേല അണക്കെട്ട്. ഇനി ഈ സിന്ധു നദിയിൽ നിന്നും മറ്റുള്ള ചെറിയ നദികളിൽ നിന്നുമെല്ലാം പാകിസ്ഥാനിലെ വിവിധ ഭാഗങ്ങളിലേക്ക് കനാലുകൾ നിർമ്മിച്ചിട്ടുണ്ട്. പാകിസ്ഥാൻ നദികളിൽ നിന്ന് ഒത്തിരി സ്ഥലങ്ങളിലേക്ക് കനാലുകൾ വഴി വെള്ളം എത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് പാകിസ്ഥാനെ കനാലുകളുടെ നാട് എന്നും വിളിക്കുന്നുണ്ട്. അപ്പോൾ കനാലുകളുടെ നാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പാകിസ്ഥാനാണ്. പക്ഷേ കനാലുകളുടെയും കൈവഴികളുടെയും നാട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുക. കനാലുകളുടെ നാട് പാകിസ്ഥാനാണ്. കനാലുകളുടെയും കൈവഴികളുടെയും നാട് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബംഗ്ലാദേശാണ്. ഇനി സിന്ധു നദിയുടെ നീളം. സിന്ധു നദിയുടെ നീളം 3180 കിലോമീറ്റർ ആണ്. ചൈനയിൽ നിന്ന് ഉത്ഭവിച്ച് അത് പാകിസ്ഥാനിൽ അറബിക്കടലിൽ വന്ന് പതിക്കുമ്പോഴത്തേക്ക് അതിന്റെ നീളം 3180 കിലോമീറ്റർ ആണ്. ഹിമാലയൻ നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയും സിന്ധു നദിയാണ്. അപ്പോൾ ഹിമാലയൻ നദികളിലെ 3 നദികൾ ഗംഗ, ബ്രഹ്മപുത്ര, സിന്ധു. ഈ 3 നദികളിൽ ഏറ്റവും ഉയരം കൂടിയ നദി ഏതാണെന്ന് ഏറ്റവും നീളം കൂടിയ നദിയാണ് സിന്ധു നദി. 3180 കിലോമീറ്റർ. സിന്ധു നദി ഓൾറെഡി പറഞ്ഞു ഏറ്റവും ദൂരം ഒഴുകുന്നത് ഏത് രാജ്യത്തിലൂടെയാണ്? പാകിസ്ഥാനിലൂടെയാണ് ഒഴുകുന്നത്. ഇന്ത്യയിൽ അത് ഒഴുകുന്നത് വെറും 709 കിലോമീറ്റർ ദൂരം മാത്രമാണ് ഇന്ത്യയിലൂടെ സിന്ധു നദി ഒഴുകുന്നത്. സിന്ധു നദി ഒഴുകുന്ന രാജ്യങ്ങളൊക്കെയാണ് ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. അതിൽ പാകിസ്ഥാനിലൂടെയാണ് ഏറ്റവും ദൂരത്തിൽ ഒഴുകുന്നത്. ഇന്ത്യയിലൂടെ ഒഴുകുന്നത് വെറും 709 കിലോമീറ്റർ ദൂരത്തിലാണ് സിന്ധു നദി ഇന്ത്യയിലൂടെ ഒഴുകുന്നത്. ഇനി അടുത്തത് നമുക്ക് സിന്ധു നദീജല ഉടമ്പടിയെ പറ്റി ഒന്ന് നോക്കാം. സിന്ധു നദീജല ഉടമ്പടി 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെച്ച ഒരു ഉടമ്പടിയാണ്. സിന്ധു നദീജല ഉടമ്പടി 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും കൂടി വെച്ച ഉടമ്പടിയാണ് സിന്ധു നദീജല ഉടമ്പടി. സിന്ധു നദിയിലെ ജലം, സിന്ധുവിലെയും പോഷ നദികളെയും ജലം ആർക്കൊക്കെ അവകാശപ്പെട്ടാണ്, ഏതൊക്കെ രാജ്യത്തിനാണ് അവകാശപ്പെട്ടത് എന്ന തർക്കത്തെ തുടർന്നാണ് ഇങ്ങനെയൊരു ഉടമ്പടി ഉണ്ടാക്കിയത്. ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ഇന്ത്യക്ക് വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാന് വേണ്ടി പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനുമാണ് ഈ ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പൊ സിന്ധു നദീജല ഉടമ്പടിയിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ആരൊക്കെയാണ്? ജവഹർലാൽ നെഹ്റുവും അയൂബ് ഖാനുമാണ്. ഇതിനുവേണ്ടി ഒരു മധ്യസ്ഥത ഉണ്ടായിരുന്നു. ആ മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക് ആണ്. അപ്പോൾ സിന്ധു നദീജല ഉടമ്പടി കരാറിൽ മധ്യസ്ഥത വഹിച്ചത് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേൾഡ് ബാങ്ക് ആണ്. ഈ ഉടമ്പടിയുടെ അനുസരിച്ച് സിന്ധു, ജലം, ചിനാബ് എന്നിവ പാകിസ്ഥാന്റെ കീഴിലാണ്. സിന്ധു, ജലം, ചിനാബ് ഈ നദികൾ ഏതിന്റെ കീഴിലാണ് വരുന്നത്?
പാകിസ്ഥാന്റെ അധികാരത്തിൽ വരും. ബാക്കി നദികളായ രവി, ബിയാസ്, സത്ലജ്, രവി, ബിയാസ്, സത്ലജ് ഈ 3 നദികളും ഇന്ത്യയുടെ കീഴിലുമാണ് വരുന്നത്. സിന്ധു നദീജല ഉടമ്പടി 1960 സെപ്റ്റംബർ 19 ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വെച്ചൊരു ഉടമ്പടിയാണ്. ഇതിൽ ഒപ്പുവെച്ചിരിക്കുന്നത് ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് ആയിരുന്ന അയൂബ് ഖാനുമാണ്. ഇതിന് മധ്യസ്ഥത വഹിച്ചത് വേൾഡ് ബാങ്ക് ആണ്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഏതൊക്കെ നദികളാണ് പാകിസ്ഥാന്റെ കീഴിൽ വരുന്നത്? സിന്ധു, ജലം, ചിനാബ്. ഇന്ത്യയുടെ കീഴിൽ വരുന്നത് രവി, ബിയാസ്, സത്ലജ്. അങ്ങനെയാണ് ആ കരാറിന്റെ അടിസ്ഥാനത്തിൽ നദികളെ വിഭജിച്ച് കൊടുത്തിരിക്കുന്നത്. 2024 ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2024 രഞ്ജിത് സാഗർ അണക്കെട്ട്, ഷാംപൂർ കണ്ടി ബാരേജ്, ഇങ്ങനെ ഒരു അണക്കെട്ടിന്റെയും ഒരു ബാരേജും പണി പൂർത്തിയാക്കുകയും അത് കമ്മീഷൻ ചെയ്യുകയും ചെയ്തു. ഇതിന്റെ ഉപയോഗം എന്താണ്? ഈ അണക്കെട്ടിന്റെയും ഈ ബാരേജിന്റെയും, രഞ്ജിത് സാഗർ അണക്കെട്ടും ഷാംപൂർ കണ്ടി ബാരേജും നിർമ്മിച്ചിരിക്കുന്നത് ഓൾറെഡി സിന്ധു നദീജല ഉടമ്പടി അനുസരിച്ച് രവി നദിയുടെ അവകാശം ഇന്ത്യക്കാണ്. അപ്പോൾ രവി നദിയിലെ ജലം പാകിസ്ഥാനിലേക്ക് ഒഴുകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് നിർമ്മിച്ചത്? ഈ രഞ്ജിത് സാഗർ അണക്കെട്ടും ഷാംപൂർ കണ്ടി ബാരേജും നിർമ്മിച്ചിരിക്കുന്നത്. ഇത് കറണ്ട് അഫയേഴ്സിൽ ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2024 അത് നിർമ്മാണം പൂർത്തിയാക്കി അത് നിലവിൽ വന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ സിന്ധുവിന്റെ പോഷക നദികളെ പറ്റി നോക്കാം. പോഷക നദികൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നദിയിലേക്ക് ജലം എത്തിക്കുന്ന നദികളെയാണ് ആ നദിയുടെ പോഷക നദികൾ എന്ന് പറയുന്നത്. മറ്റുള്ള സ്ഥലങ്ങളിൽ ഉത്ഭവിച്ച് ഒരു പ്രധാനപ്പെട്ട നദിയിലേക്ക് ജലം എത്തിക്കുന്ന നദികളെയാണ് പോഷക നദികൾ എന്ന് പറയുന്നത്. സിന്ധുവിന്റെ പ്രധാനമായിട്ടും നമ്മൾ 5 പോഷക നദികളെ പറ്റിയാണ് പറയാറുള്ളത്. സത്ലജ്, ചിനാബ്, ബിയാസ്, ഝലം, രവി. ഇങ്ങനെ 5 പ്രധാനപ്പെട്ട പോഷക നദികളാണ് സിന്ധുവിന് ഉള്ളത്. ഇതിൽ നമുക്ക് ഏറ്റവും ഈ 5 പോഷക നദികളാണ് പ്രധാന പോഷക നദികൾ സിന്ധുവിന്. ഇനിയും മറ്റു ചില പോഷക നദികൾ ഉണ്ടെങ്കിലും പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് സത്ലജ്, ചിനാബ്, ബിയാസ്, ഝലം, രവി. ഇതിൽ ഏറ്റവും നീളം കൂടിയത്, സിന്ധുവിന്റെ ഏറ്റവും നീളം കൂടിയ പോഷക നദിയാണ് സത്ലജ്. സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദിയാണ് ബിയാസ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. അപ്പൊ ഈ 3 കാര്യങ്ങൾ മനസ്സിൽ കുറിച്ചു വെക്കുക. എന്തൊക്കെയാണ്? സിന്ധുവിന്റെ ഏറ്റവും നീളം സത്ലജ് നദിക്കാണ്, നീളം കുറവ് ബിയാസിനാണ്, ഏറ്റവും വലുതെന്ന് ഉദ്ദേശിക്കുന്നത് ഏറ്റവും കൂടുതൽ ജലം ഉൾക്കൊള്ളുന്നത്. വലുതെന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു നദിയിൽ എത്രത്തോളം ജലം അത് ഉൾക്കൊള്ളുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് അതിന്റെ വലിപ്പം നിർണ്ണയിക്കുന്നത്. അപ്പോൾ സിന്ധുവിന്റെ നീളം കൂടിയ നദി സത്ലജ് ആണ്. പക്ഷെ വലിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചിനാബാണ്. എന്തുകൊണ്ടെന്നാൽ ചിനാബിലാണ് ഏറ്റവും കൂടുതൽ ജലം വഹിക്കുവാനുള്ള കഴിവ് ചിനാബിനാണുള്ളത്. അതുകൊണ്ട് സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ്. ഇനി സിന്ധു നദി ഋഗ്വേദത്തിൽ വളരെയധികം പരാമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു നദിയാണ് സിന്ധു നദി. അപ്പോൾ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. ഈ സിന്ധു നദിയുടെ പോഷക നദികൾക്ക് ഋഗ്വേദത്തിൽ മറ്റു പേരുകളിലാണ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ ഋഗ്വേദത്തിലെ പേരുകൾ, ഈ പോഷക നദികളുടെ പേരുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഝലം നദി വിദാസ്ത, ചിനാബ് അസ്കിനി, രവി പരുഷിനി, ബിയാസ് വിഭാസ, സത്ലജ് സതദ്രു. ഈ പേരുകൾ മനഃപ്പാഠമാക്കി വെക്കുക. ഓർത്തിരിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പല പ്രാവശ്യം വായിച്ച് ഇത് മനഃപ്പാഠമാക്കി വെക്കുക. അപ്പോൾ സിന്ധു നദി ഏറ്റവും കൂടുതൽ ഋഗ്വേദത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിന്ധു നദിയാണ്. സിന്ധുവിന്റെ പോഷക നദികൾ ഋഗ്വേദത്തിൽ വേറെ പേരുകളിലാണ് പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്. ആ പേരുകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ ഝലം വിദാസ്ത, ചിനാബ് അസ്കിനി, രവി പരുഷിനി, ബിയാസ് വിപാസ, സത്ലജ് സതദ്രു. ഇങ്ങനെയാണ് അതിന്റെ ഋഗ്വേദത്തിലെ പേരുകൾ. അടുത്തായിട്ട് നമുക്ക് സത്ലജ് നദിയെ പറ്റി പഠിക്കാം. സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ നദിയായ സത്ലജ് നദിയെ പറ്റി പഠിക്കാം. സിന്ധു നദിയുടെ ഏറ്റവും നീളം, അപ്പൊ സത്ലജ് നദിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സിന്ധു നദിയുടെ ഏറ്റവും നീളം കൂടിയ നദിയാണ് സത്ലജ് നദി. സിന്ധു നദിയുടെ പോഷക നദികൾ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും സത്ലജ് നദിയാണ്. ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും അത് സത്ലജ് നദിയാണ്. ഏറ്റവും നീളം കൂടിയ നദി, ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി, ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള നദിയും സത്ലജ് നദിയാണ്. ഇനി സത്ലജ് നദിയുടെ ഉത്ഭവം.
ചൈനയിലെ സിന്ധു നദി ഉത്ഭവിക്കുന്നത് പോലെ ചൈനയിലെ ടിബറ്റിൽ നിന്ന് തന്നെയാണ് സത്ലജ് നദിയും ഉത്ഭവിക്കുന്നത്. പക്ഷെ അത് ഉത്ഭവിക്കുന്നത് രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ്. രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ് എന്തുത്ഭവിക്കുന്നത്? സത്ലജ് നദിയുടെ ഉത്ഭവം. ഈ രക്ഷാസ്ഥൽ തടാകവും മാനസരോവർ തടാകത്തിന് കുറച്ച് അടുത്തായിട്ട് കാണപ്പെടുന്ന ഒരു തടാകമാണ്. ടിബറ്റിൽ തന്നെ കാണപ്പെടുന്ന ഒരു തടാകമാണ് രക്ഷാസ്ഥൽ തടാകം. ആ രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? സിന്ധുവിന്റെ പോഷക നദിയായ സത്ലജ് ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞ ഈ 5 പോഷക നദികളിൽ ഇന്ത്യയുടെ പുറത്തു നിന്ന് ഉത്ഭവിക്കുന്ന ഏക പോഷക നദിയാണ് സത്ലജ് നദി. ബാക്കി 4 നദികളും ഉത്ഭവിക്കുന്നത് ഇന്ത്യയിൽ നിന്നാണ്. അപ്പോൾ താഴെ തന്നിരിക്കുന്ന പോഷക നദികളിൽ ഇന്ത്യയുടെ പുറത്തു നിന്ന് ഉത്ഭവിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം എന്താണ്? സത്ലജ് നദിയാണ്. അപ്പോൾ സത്ലജ് നദി ഉത്ഭവിക്കുന്നത് ചൈനയിലെ ടിബറ്റിലെ രക്ഷാസ്ഥൽ തടാകത്തിൽ നിന്നാണ്. അവിടെ നിന്ന് അത് ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക്, നമ്മൾ സിന്ധു നദി ലഡാക്കിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പഠിച്ചു. അതേപോലെ ഷിപ്കില ചുരത്തിലൂടെ സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഷിപ്കില ചുരത്തിലൂടെ ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നു. ഈ ഷിപ്കില ചുരം ഇവിടെ ഈ മാപ്പിൽ നമുക്ക് കാണാം. ഷിപ്കില ചുരം ആ റെഡ് പോയിന്റിൽ കാണുന്നതാണ് ഷിപ്കില. ആ സ്ഥാനത്താണ് ഷിപ്കില ചുരം. ഇത് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ചുരമാണ് ഷിപ്കില ചുരം. ഷിപ്കില ചുരം അപ്പോൾ ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഷിപ്കില ചുരത്തിലൂടെയാണ് സത്ലജ് നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. സത്ലജ് നദി ഹിമാചൽ പ്രദേശിൽ പ്രവേശിച്ചതിന് ശേഷം അത് പഞ്ചാബിലോട്ട് പ്രവേശിക്കുന്നു. അപ്പോൾ 2 സംസ്ഥാനങ്ങളിലൂടെ മാത്രമാണ് സത്ലജ് നദി ഒഴുകുന്നത്. ഒന്ന് ഹിമാചൽ പ്രദേശ്, 2 പഞ്ചാബ്. ഇനി ഈ സത്ലജ് നദിയിൽ ഒരു പ്രധാനപ്പെട്ട അണക്കെട്ടുണ്ട്. അതാണ് ഭക്രാനങ്കൽ ഡാം. ഭക്രാനങ്കൽ ഡാം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഡാമുകൾ ചേർന്നാണ് ഭക്രാനങ്കൽ ഡാം. 2 ഡാമുകളെയും ചേർത്താണ് ഭക്രാനങ്കൽ ഡാം എന്ന് പറയുന്നത്. അതിൽ ഭക്ര ഡാം ഹിമാചൽ പ്രദേശിലും നങ്കൽ ഡാം പഞ്ചാബിലുമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 ഡാമുകൾ അല്ലെങ്കിൽ 2 അണക്കെട്ടുകൾ ചേർന്നതാണ് ഭക്രാനങ്കൽ ഡാം. ഭക്ര ഡാം ഹിമാചൽ പ്രദേശിലും നങ്കൽ ഡാം പഞ്ചാബിലുമാണ്. ഇതിൽ ഭക്ര ഡാമും നങ്കൽ ഡാമും തമ്മിൽ നോക്കുമ്പോൾ വലിപ്പ കൂടുതൽ ഭക്ര ഡാമിനാണ്. ഭക്രാനങ്കൽ ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശ് എന്നാണ് പറയേണ്ടത്. ഭക്ര ഡാം എവിടെയെന്ന് ചോദിച്ചാൽ ഹിമാചൽ പ്രദേശ്. നങ്കൽ ഡാം പഞ്ചാബ്. സെപ്പറേറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ നങ്കൽ ഡാം പഞ്ചാബിലാണ്. ഒരുമിച്ച് ചോദിക്കുമ്പോൾ ഭക്രാനങ്കൽ ഡാം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിമാചൽ പ്രദേശിലാണ്. ഭക്ര ഡാം ആണോ വലുത്, നങ്കൽ ഡാം ആണോ വലുത്? ഭക്ര ഡാം ആണ് വലുപ്പത്തിൽ ഒന്നാമത്. ഈ ഒരു പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ സ്ഥാനങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അടുത്തായിട്ട് ഇനി ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാലിനെ പറ്റി പഠിക്കാം. ഇന്ദിരാഗാന്ധി കനാൽ ഓൾറെഡി ഹിമാചൽ പ്രദേശും പഞ്ചാബിലൂടെയുമാണ് സത്ലജ് നദി കടന്നു പോകുന്നതെന്ന് പഠിച്ചു. അതിന്റെ പഞ്ചാബിന്റെയും ഹിമാചൽ പ്രദേശിന്റെയും അതിർത്തിയിൽ ഉള്ള അണക്കെട്ടാണ് ഭക്രാനങ്കൽ അണക്കെട്ടെന്നും പഠിച്ചു. പഞ്ചാബിൽ എത്തിച്ചേരുമ്പോൾ ഈ സത്ലജ് നദിയിൽ നിന്ന് ഒരു കനാൽ നിർമ്മിക്കുന്നുണ്ട്. രാജസ്ഥാനിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടി പഞ്ചാബിൽ വെച്ച് സത്ലജ് നദിയിൽ ഒരു കനാൽ നിർമ്മിക്കുന്നുണ്ട്. ആ കനാലിനെയാണ് ഇന്ദിരാഗാന്ധി കനാൽ അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ രാജസ്ഥാൻ കനാൽ അല്ലെങ്കിൽ ഇന്ദിരാ കനാൽ നിർമ്മിച്ചിരിക്കുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. അത് പഞ്ചാബിൽ വെച്ചാണ് ആരംഭിക്കുന്നത്. പഞ്ചാബിൽ നിന്ന് ആരംഭിച്ച് അത് താർ മരുഭൂമിയിലേക്ക്, രാജസ്ഥാനിലെ താർ മരുഭൂമിയിലേക്ക് ജലം എത്തിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ദിരാഗാന്ധി കനാൽ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഇന്ദിരാഗാന്ധി കനാൽ വഴി ജലം അവിടെ എത്തിച്ച് താർ മരുഭൂമിയെ കൃഷിയോഗ്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പദ്ധതി രൂപീകരിച്ചിരിക്കുന്നത്. ഇനി ഇന്ത്യയിലെ പല കനാലുകൾ ഇന്ത്യയിൽ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഇന്ദിരാഗാന്ധി കനാലാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ കനാൽ. ഇത് കടന്നു പോകുന്നത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ ഈ 3 സംസ്ഥാനങ്ങളിലൂടെയാണ് ഏത് കനാൽ കടന്നു പോകുന്നത്? ഇന്ദിരാഗാന്ധി കനാൽ കടന്നു പോകുന്നത്. ഇന്ദിരാഗാന്ധി കനാലിന്റെ മറ്റൊരു പേരാണ് രാജസ്ഥാൻ കനാൽ. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാലിന്റെ ഗുണങ്ങൾ കിട്ടുന്നത് രാജസ്ഥാനിലേക്കാണ് പ്രധാനമായിട്ടും നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും അതിന്റെ ഗുണങ്ങൾ പഞ്ചാബിനും ഹരിയാനയ്ക്കും അതോടൊപ്പം രാജസ്ഥാനും ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ദിരാഗാന്ധി കനാലിന്റെ ഗുണങ്ങൾ കിട്ടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ. രാജസ്ഥാനിലേക്ക് സത്ലജ് നദിയിൽ നിന്നും നിർമ്മിച്ചിരിക്കുന്ന കനാലിന്റെ പേരാണ് ഇന്ദിരാഗാന്ധി കനാൽ. ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. സത്ലജ് നദി കടന്നു പോകുന്ന രാജ്യങ്ങൾ ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. സത്ലജ് നദി പതിക്കുന്നത്, സത്ലജ് നദി പതനം. സത്ലജ് നദി കടന്നു പോകുന്ന രാജ്യങ്ങൾ
സിന്ധു നദിയെ പോലെ തന്നെയാണ്. ചൈന, ഇന്ത്യ, പാകിസ്ഥാൻ. സത്ലജ് നദിയുടെ പതനം ചിനാബ് നദിയിലാണ്. ചിനാബ് നദി സിന്ധു നദിയുടെ മറ്റൊരു പോഷക നദിയാണ്. പാകിസ്ഥാനിൽ എത്തുമ്പോൾ ഈ സത്ലജ് നദി പാകിസ്ഥാനിൽ എത്തുമ്പോൾ ചിനാബ് നദിയിൽ ചേരുന്നു. അപ്പോൾ ചിനാബ് നദി, സത്ലജ് നദി ഏത് നദിയിലാണ് പാകിസ്ഥാനിൽ വെച്ച് ചേരുന്നത്? സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയായ ചിനാബ് നദിയിലാണ് സത്ലജ് നദി ചേരുന്നത്. അടുത്തത് ബിയാസ് നദി. ബിയാസ് നദി നമ്മൾ ഓൾറെഡി കഴിഞ്ഞൊരു ഇതിൽ പറഞ്ഞു. ബിയാസ് നദിയാണ് സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിയാസ് നദിയാണ്. ബിയാസ് നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരം, ഈ ചുരങ്ങളുടെ എല്ലാം പേരുകൾ മനസ്സിലാക്കി വെക്കുക. ഓരോന്നിന്റെയും ഉത്ഭവവും അതെല്ലാം ഒരു പേപ്പറിൽ നോട്ട് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആവും. അതുകൊണ്ട് ഇതെല്ലാം ഈ ഓരോ പേരും അത് ഏത് നദിയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബിയാസ് നദി ഉത്ഭവിക്കുന്നത് ഇന്ത്യയിലാണ്. സത്ലജ് നദി ഒഴിച്ച് ബാക്കി 4 പോഷക നദികളും ഇന്ത്യയിലാണ് ഉത്ഭവിക്കുന്നത്. അതിൽ ബിയാസ് നദി ഹിമാചൽ പ്രദേശിലെ റോഹ്താങ് ചുരത്തിൽ നിന്നാണ് ബിയാസ് നദി ഉത്ഭവിക്കുന്നത്. മണാലിയെ കുളു താഴ്വരയുമായി ബന്ധിപ്പിക്കുന്ന നദിയാണ് ബിയാസ് നദി. മണാലി, കുളു മണാലി, എല്ലാവരും ടൂറിനും അതിനൊക്കെ പോകുന്ന പ്രദേശമാണ് കുളു മണാലി. അപ്പോൾ ഈ കുളു താഴ്വരയെ മണാലിയുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് റോഹ്താങ് ചുരം. ഈ റോഹ്താങ് ചുരത്തിൽ നിന്നാണ് ബിയാസ് നദിയുടെ ഉത്ഭവം. കുളു താഴ്വര, ഈ കുളു താഴ്വര സൃഷ്ടിക്കപ്പെടാൻ കാരണമായ നദിയാണ് ബിയാസ് നദി. ബിയാസ് നദിയുടെ ഒഴുക്കിന്റെ ഫലമായിട്ടാണ് കുളു താഴ്വര സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഹിമാദ്രിയുടെയും ഹിമാചലിന്റെയും ഇടയിലായിട്ടാണ് ഈ കുളു താഴ്വര കാണപ്പെടുന്നത്. അപ്പൊ ഹിമാദ്രിയുടെയും ഹിമാചലിന്റെ ഇടയിൽ കാണപ്പെടുന്ന താഴ്വര ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കുളു താഴ്വരയാണ്. കുളു താഴ്വര സൃഷ്ടിക്കപ്പെടാൻ കാരണമായ നദി ഏതാണ്? ബിയാസ് നദിയാണ്. അപ്പൊ ബിയാസ് നദിയെ പറ്റി എന്തൊക്കെ പഠിച്ചു? ഉത്ഭവം ഹിമാചൽ പ്രദേശിൽ നിന്നാണ്. ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിക്കുന്നു. ഏറ്റവും ചെറിയ നദിയാണ്. സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും ചെറിയ നദിയാണ്. കുളു താഴ്വര സൃഷ്ടിക്കപ്പെടാൻ കാരണമായ നദിയാണ് ബിയാസ് നദി. ഹിമാദ്രിയുടെയും ഹിമാചലിന്റെയും ഇടയിൽ കാണപ്പെടുന്ന താഴ്വരയാണ് കുളു താഴ്വര. ഓൾറെഡി പറഞ്ഞു. സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ പോഷക നദി. ഈ ഒരു ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. പഞ്ചാബിന്റെ ഒരു മാപ്പാണ് അവിടെ വന്നിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ ബിയാസ് ഉത്ഭവിക്കുന്നത് ഹിമാചൽ പ്രദേശിലാണ്. പഞ്ചാബിന്റെ തൊട്ട് ഇപ്പുറമായി കാണപ്പെടുന്ന സംസ്ഥാനമാണ് ഹിമാചൽ പ്രദേശ്. ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിച്ച സത്ലജ് നദിയിൽ അത് ഒഴുകി പാകിസ്ഥാനിൽ എത്തിയതിനു ശേഷം സത്ലജ് നദിയിൽ പതിക്കുന്നു. ബിയാസ് നദി. ബിയാസ് നദി സത്ലജ് നദിയിൽ എവിടെ വെച്ചാണ് പതിക്കുന്നതെന്ന് നോക്കിക്കേ. ബിയാസും സത്ലജും കൂടെ പഞ്ചാബിൽ, ഇവിടെ നോക്കിക്കഴിയുമ്പോൾ ബിയാസും സത്ലജും എവിടെയാണ് പതിക്കുന്നത്? ബിയാസ് വന്ന് സത്ലജ് നദിയിൽ പതിക്കുന്നത് ചിത്രം ഇവിടെ കാണാം. പഞ്ചാബ് സംസ്ഥാനത്ത് വെച്ചാണ് പതിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉത്ഭവിച്ച, ഇന്ത്യയിൽ തന്നെ പാകിസ്ഥാനിലോട്ട് ബിയാസ് നദി ഒഴുകി പോകുന്നില്ല. അത് ഇന്ത്യയിൽ വെച്ച് തന്നെ സത്ലജ് നദിയുമായി ചേരുന്നു. അപ്പോൾ ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിച്ച് പഞ്ചാബിൽ എത്തിയതിനു ശേഷം പഞ്ചാബിൽ വെച്ച് സത്ലജ് നദിയുമായി ചേരുന്നു. അതുകൊണ്ടാണ് സിന്ധുവിന്റെ ഏറ്റവും നീളം കുറഞ്ഞ നദിയായിട്ട്, പോഷക നദിയായിട്ട് ബിയാസ് നദി മാറുന്നത്. അപ്പോൾ ഇന്ത്യയിൽ ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ പതനം സംഭവിക്കുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ബിയാസ് ആണ്. ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിച്ച് പഞ്ചാബിൽ വെച്ച് തന്നെ സിന്ധുവിന്റെ മറ്റൊരു പോഷക നദിയായ സത്ലജ് നദിയിൽ പതനം സംഭവിക്കുന്നു. അപ്പോൾ സിന്ധു ഏറ്റവും കുറഞ്ഞ പോഷക നദിയാണ്. ഇന്ത്യയിൽ തന്നെ ഉത്ഭവിച്ച് ഇന്ത്യയിൽ തന്നെ പതനം സംഭവിക്കുന്ന പോഷക നദിയാണ് ബിയാസ്. അത് സത്ലജ് നദിയിലാണ് അതിന്റെ പതനം സംഭവിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കല്ലോ. ഇനി ബിയാസ് നദിയിലെ അണക്കെട്ട്. സത്ലജ് നദിയിലെ അണക്കെട്ടാണ് ബക്ര നംഗൽ അണക്കെട്ട് എന്ന് പറഞ്ഞത്. അതേപോലെ ബിയാസ് നദിയിലെ അണക്കെട്ടാണ് പോങ് അണക്കെട്ട്. ഇതിന്റെ മറ്റൊരു പേര് ബിയാസ് അണക്കെട്ട് എന്ന് അറിയപ്പെടുന്നു. അതല്ലെങ്കിൽ മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട്. പോങ് അണക്കെട്ടിന്റെ മറ്റൊരു പേരാണ് മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട്. ബിയാസ് നദിയിലെ അണക്കെട്ടാണ് പോങ് അണക്കെട്ട് അല്ലെങ്കിൽ മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട്. പോങ് അണക്കെട്ട് ഏത് നദിയിലാണുള്ളത്? ബിയാസ് നദിയിലാണ്. അല്ലെങ്കിൽ മഹാറാണ പ്രതാപ് സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അത് ബിയാസ് നദിയിലാണ്. അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മറ്റൊരു പോഷക നദിയായ ചിനാബ് നദിയെ പറ്റിയാണ്. ഓൾറെഡി നമ്മൾ പറഞ്ഞു, ചിനാബ് നദി സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും വലിയ നദിയാണ് ചിനാബ് നദി. ഏറ്റവും കൂടുതൽ ജലം സംഭരിക്കാൻ കഴിവുള്ള നദിയാണ് ചിനാബ് നദി. ഇതിന്റെ ഉത്ഭവവും ബിയാസ് നദിയെ പോലെ തന്നെ ഹിമാചൽ പ്രദേശിലാണ്. ഹിമാചൽ പ്രദേശിലെ ബാരാലച്ല ചുരഭാഗത്ത് നിന്നാണ് ചിനാബ് നദി ഉത്ഭവിക്കുന്നത്. ചിനാബ് നദി ഉത്ഭവിക്കുന്ന ചുരഭാഗം ഏതാണ്? ബാരാലച്ല
ചുരഭാഗത്ത് നിന്നാണ് ചിനാബ് നദി ഉത്ഭവിക്കുന്നത്. ഈ ബാരാലച്ചില ചുരഭാഗം മണ്ഡി, ലഡാക്കിലെ ലേ പട്ടണം, ഹിമാചൽ പ്രദേശിലെ മണ്ഡി എന്ന സ്ഥലത്തെ ലേ പട്ടണവുമായി ബന്ധിപ്പിക്കുന്ന ചുരമാണ് ബാരാലച്ചില ചുരം. ഈ ചുരഭാഗത്ത് നിന്നാണ് ചിനാബ് നദി ഉത്ഭവിക്കുന്നത്. ഈ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ചിനാബ് നദി ഉത്ഭവിക്കുന്ന സ്ഥാനവും അത് എങ്ങനെ ഒഴുകി വരുന്നു അതിന്റെ സഞ്ചാരപാതയും എല്ലാം മനസ്സിലാവും. പ്രാരംഭഘട്ടത്തിൽ ചിനാബ് നദിയുടെ പേര് ചന്ദ്രഭാഗ നദി എന്നാണ്. പ്രാരംഭഘട്ടത്തിൽ ചിനാബ് നദി അറിയപ്പെടുന്നത് എന്തുകൊണ്ടെന്നാൽ ചന്ദ്ര, ഭാഗ എന്നീ രണ്ട് നദികളായിട്ടാണ് ആദ്യം ചിനാബ് നദി ഒഴുകുന്നത്, ആരംഭിക്കുന്നത്. അതിനുശേഷം അത് ഹിമാചൽ പ്രദേശിലെ ടണ്ടി എന്ന സ്ഥലത്ത് വെച്ച് ഇത് രണ്ടും ഒന്നിച്ചു ചേർന്ന് ചിനാബ് നദിയായി ഒഴുകുന്നു. അപ്പൊ പ്രാരംഭഘട്ടത്തിൽ ചിനാബ് നദിയുടെ പേര് ചന്ദ്രഭാഗ നദി എന്നാണ്. ചന്ദ്ര, ഭാഗ എന്നീ നദികൾ കൂടിച്ചേർന്നാണ് ചന്ദ്രഭാഗ നദി ഉണ്ടാകുന്നത്. ഈ ചന്ദ്രഭാഗ നദി ഹിമാചൽ പ്രദേശിലെ ടണ്ടിയിൽ വെച്ച് ചിനാബ് നദിയായി ഒഴുകുന്നു. അപ്പോൾ ചിനാബ് നദി ഏറ്റവും വലിയ പോഷക നദിയാണ്. സിന്ധുവിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് ചിനാബ് നദി. ഹിമാചൽ പ്രദേശിലെ അതിന്റെ പ്രാരംഭ സമയത്ത് അത് അറിയപ്പെടുന്നത് ചന്ദ്രഭാഗ നദി എന്നാണ്. ഹിമാചൽ പ്രദേശിലെ ടണ്ടി എന്ന സ്ഥലത്ത് വെച്ച് ഒരുമിച്ച് ചേർന്ന് ചന്ദ്ര നദിയും ഭാഗ നദിയും ഒരുമിച്ച് ചേർന്ന് ചിനാബ് നദിയായി ഒഴുകുന്നു. ഇനി ചിനാബ് നദിയിലെ അണക്കെട്ടുകൾ അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികൾ, 3 പ്രധാനപ്പെട്ട ജലവൈദ്യുത പദ്ധതികളാണ് ചിനാബ് നദിയിൽ ഉള്ളത്. ഒന്ന് ബഗ്ലിഹാർ, ദുൽഹസ്തി, സലാർ. ഏതൊക്കെയാണ്? ബഗ്ലിഹാർ, ദുൽഹസ്തി, സലാർ എന്നിങ്ങനെ 3 പ്രധാന അണക്കെട്ടുകൾ അല്ലെങ്കിൽ ജലവൈദ്യുത പദ്ധതികളാണ് ചിനാബ് നദിയിൽ ഉള്ളത്. ഇതിൽ ബഗ്ലിഹാർ അണക്കെട്ടിനെ പറ്റി നമുക്ക് 2 കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കാം. പാകിസ്ഥാനുമായി അതിർത്തി തർക്കമുള്ള ജലവൈദ്യുത പദ്ധതിയാണ് ബഗ്ലിഹാർ അണക്കെട്ട്. ബഗ്ലിഹാർ അണക്കെട്ട് ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലാണ് അതിർത്തി തർക്കമുള്ളത്? പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കമുള്ള ചിനാബിലെ അണക്കെട്ടാണ് ബഗ്ലിഹാർ അണക്കെട്ട്. ഇതിന്റെ ഒരു കേസ് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇപ്പോഴും നിലവിലുണ്ട്. അപ്പോൾ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ കേസിൽ ഉള്ള അണക്കെട്ട് ഏതെന്ന് ചോദിച്ചാൽ അത് ബഗ്ലിഹാർ അണക്കെട്ടാണ്. ആ ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിലാണുള്ളത്? ചിനാബ് നദിയിലാണുള്ളത്. ചിനാബ് നദിയിലെ ചിനാബ് നദിയിലാണ് ബഗ്ലിഹാർ അണക്കെട്ടുള്ളത്. മറ്റു 2 അണക്കെട്ടാണ് ദുൽഹസ്തിയും സലാറും. ഈ ബഗ്ലിഹാർ അണക്കെട്ടിന്റെ കാര്യത്തിൽ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ അതിർത്തി തർക്കമുണ്ട്. ഈ കേസ് എവിടെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇതിനെ സംബന്ധിച്ച കേസ് നിലവിലുണ്ട്. അപ്പൊ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഏത് അണക്കെട്ടിനെ സംബന്ധിച്ച കേസാണ് നിലവിലുള്ളതെന്ന് ചോദിച്ചാൽ അത് ബഗ്ലിഹാർ അണക്കെട്ടാണ്. ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് രവി നദിയെ പറ്റി പഠിക്കാം. ഹിമാചൽ പ്രദേശിലെ ചമ്പ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് രവി നദി ഉത്ഭവിക്കുന്നത്. അതും ഹിമാചൽ പ്രദേശ്. അപ്പൊ ഹിമാചൽ പ്രദേശിൽ നിന്ന് 3 ഏതൊക്കെയാണ്? ചിനാബ്, രവി, ബിയാസ്. ഈ 3 പോഷക നദികളും ഹിമാചൽ പ്രദേശിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. ഹിമാചൽ പ്രദേശിലൂടെയും പഞ്ചാബിലൂടെയും ഒഴുകിയാണ് അത് പാകിസ്ഥാനിൽ എത്തുന്നത്. മിക്ക പോഷക നദികളും ഹിമാചൽ പ്രദേശിൽ ഉത്ഭവിക്കുന്ന പോഷക നദികളെല്ലാം തന്നെ പഞ്ചാബിലൂടെയും കടന്നു പോകുന്നത്. ഹിമാചൽ പ്രദേശിലൂടെയും പഞ്ചാബിലൂടെയും കടന്നു പോയിട്ടാണ് അത് പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കുന്നത്. രവി നദിയെ പറ്റി അടുത്ത് പാകിസ്ഥാനിൽ വെച്ച് ഇത് ചിനാബ് നദിയുമായി ചേരുന്നു. പാകിസ്ഥാനിൽ വെച്ച് രവി നദിയും ചിനാബ് നദിയും. അപ്പോൾ ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിനാബ് നദിയിലാണ് പോഷക നദികളെല്ലാം അവസാനം എത്തിച്ചേരുന്നത്. ചിനാബ് നദിയിലാണ് എല്ലാ പോഷക നദികളും എത്തിച്ചേരുന്നത്. പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി ഏതെന്ന് ചോദിച്ചാൽ അത് രവി നദിയാണ്. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുണ്ട് പോഷക നദികളിൽ ചെറുത്, സിന്ധുവിന്റെ പോഷക നദികളിൽ ഏറ്റവും ചെറുത് ബിയാസ് ആണെന്ന് പഠിച്ചു. പക്ഷെ ബിയാസ് പഞ്ചാബിൽ കൂടെ കൂടുതൽ ദൂരത്തിൽ ഒഴുകുന്നുണ്ട്. രവി നദി പഞ്ചാബിൽ കൂടെ കുറഞ്ഞ ദൂരത്തിലാണ് ഒഴുകുന്നത്. അതുകൊണ്ട് രവി നദി പഞ്ചാബിലെ ഏറ്റവും ചെറിയ നദി എന്ന് അറിയപ്പെടുന്നത് രവി നദിയാണ്, ബിയാസ് നദി അല്ല. ബിയാസ് നദി സിന്ധു നദിയുടെ പോഷക നദികളിൽ ഏറ്റവും ചെറുതാണെങ്കിലും പഞ്ചാബിൽ കൂടെ കൂടുതൽ ദൂരത്തിൽ രവി നദി ഒഴുകുന്നതിനേക്കാൾ കൂടുതൽ ദൂരത്തിൽ ബിയാസ് നദി ഒഴുകുന്നത് കൊണ്ട് പഞ്ചാബിലെ ചെറിയ നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവി നദിയാണ്. അതൊരു കാര്യം മനസ്സിലാക്കി വെക്കുക. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്ന നദി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് രവി നദിയാണ്. രവി നദി പാകിസ്ഥാനിലോട്ട് പ്രവേശിക്കുന്നു. ലാഹോറിന്റെ തീരത്തൂടെ ഒഴുകുന്ന നദിയാണ് രവി നദി. രവിയുടെ തീരത്തുള്ള 2 ചവക്കുടീരങ്ങൾ, ഇന്ത്യയിലെ മുഗൾ രാജവംശത്തിൽപ്പെട്ട 2 ചവക്കുടീരങ്ങൾ
ലാഹോർ നദിയുടെ ലാഹോറിന്റെ നദിയായ രവി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട്. അത് ആരുടെയൊക്കെയാണ്? ജഹാംഗീറിന്റെയും നൂർജഹാന്റെയും ശവകുടീരങ്ങളാണ് രവിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ജഹാംഗീറിന്റെ ശവകുടീരം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രവി നദിയുടെ തീരത്താണ്. നൂർജഹാന്റെ ശവകുടീരം ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ അത് രവി നദിയുടെ തീരത്താണ്. ലാഹോറിന്റെ നദി എന്നറിയപ്പെടുന്നത് രവി നദിയാണ്. ഇനി ലാഹോറിൽ രണ്ട് പൂന്തോട്ടങ്ങൾ, വളരെ പ്രശസ്തമായ രണ്ട് പൂന്തോട്ടങ്ങളുണ്ട്. ഒന്ന് ഷാലിമാർ ഗാർഡനും ഒന്ന് നിശാന്ത് ബാഗ് ഗാർഡനും. ഇതൊക്കെ ഏത് രാജാക്കന്മാരാണ് നിർമ്മിച്ചത്? ഷാലിമാർ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് ജഹാംഗീർ ആണ്. അതേസമയം നിശാന്ത് ബാഗ് ഗാർഡൻ, ലാഹോറിലെ നിശാന്ത് ബാഗ് ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാൻ ആണ്. ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കി, ഇന്ത്യയിലും ശ്രീനഗറിൽ ഒരു ഷാലിമാർ ഗാർഡൻ ഉണ്ട്. ആ ഷാലിമാർ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാനാണ്. ലാഹോറിലെ ഷാലിമാർ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് ജഹാംഗീറും ശ്രീനഗറിലെ ഷാലിമാർ ഗാർഡൻ നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാനുമാണ്. അപ്പോൾ ഷാജഹാൻ ലാഹോറിൽ നിർമ്മിച്ചിരിക്കുന്ന പൂന്തോട്ടം ഏതാണ്? നിശാന്ത് ബാഗ് ഗാർഡൻ. ഷാലിമാർ ഗാർഡൻ രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് ലാഹോറിൽ നിർമ്മിച്ചിരിക്കുന്നത് ജഹാംഗീറും ശ്രീനഗറിൽ നിർമ്മിച്ചിരിക്കുന്നത് ഷാജഹാനുമാണ്. ഷാജഹാൻ ലാഹോറിൽ നിർമ്മിച്ചിരിക്കുന്ന പൂന്തോട്ടം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിശാന്ത് ബാഗ് ഗാർഡൻ ആണ്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇനി രവി നദിയിലെ അണക്കെട്ട് രഞ്ജിത് സാഗർ ഡാം അല്ലെങ്കിൽ തെയിൻ ഡാം ആണ് രവി നദിയിലെ അണക്കെട്ട്. അപ്പോൾ ഓരോ നദിയിലെയും അണക്കെട്ട് പ്രത്യേകം ഒരു നോട്ടിൽ എഴുതി വെക്കുക. ഉത്ഭവം, അതോടൊപ്പം തന്നെ ആ നദിയിലുള്ള അണക്കെട്ടുകൾ ഏതൊക്കെയാണെന്ന് ഒരു പ്രത്യേകമായിട്ട് എഴുതി വെക്കുക. ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കുന്നത് ജലം നദിയാണ്. ജലം നദി ഉത്ഭവിക്കുന്നത് വെരിനാഗ് ഹിമാനി, കാശ്മീരിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. കാശ്മീരിലെ വെരിനാഗ് ഹിമാനിയിൽ നിന്നാണ് ഏത് നദി ഉത്ഭവിക്കുന്നത്? ജലം നദി ഉത്ഭവിക്കുന്നത്. 4 നദികൾ ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്നുണ്ട്. അതിൽ 3 ഹിമാചൽ പ്രദേശിലും ബാക്കി ഈ ഒരു ജലം നദി മാത്രമാണ് കാശ്മീരിൽ നിന്ന് ഉത്ഭവിക്കുന്നത്. സിന്ധുവിന്റെ പോഷക നദികൾ ഏറ്റവും വടക്കേ അറ്റത്തുള്ള നദിയും ഏറ്റവും പടിഞ്ഞാറുള്ള നദിയും ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലം നദിയാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ളത് സത്ലജ്, ഏറ്റവും കിഴക്കേ അറ്റത്തുള്ളത് ഏതാണ്? അതും സത്ലജ് ആണ്. ഇത് ജലം, ഏറ്റവും പടിഞ്ഞാറുള്ളതും ഏറ്റവും വടക്കുള്ളതും ജലം നദിയാണ്. ഇനി ജലം നദി കാശ്മീരിൽ നിന്ന് ഉത്ഭവിച്ച വൂളാർ തടാകത്തെ പറ്റി നമ്മൾ തടാകത്തിന്റെ ക്ലാസ്സുകളിൽ പഠിക്കുന്നതായിരിക്കും. വൂളാർ തടാകത്തിലേക്ക് എത്തിച്ചേരുന്നു. ജലം നദി കാശ്മീരിൽ ഉത്ഭവിച്ച് വൂളാർ തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ബാരാമുള്ള എന്ന പട്ടണത്തിലാണ് വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ജലം നദി കാശ്മീരിൽ നിന്ന് ഉത്ഭവിച്ച വൂളാർ തടാകത്തിലേക്ക് എത്തിച്ചേരുന്നു. വൂളാർ തടാകത്തിൽ എത്തിച്ചേരുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതാണ്? ജലം നദി. അതിനുശേഷം ഈ ജലം നദിയും പടിഞ്ഞാറോട്ട് ഒഴുകി ഏത് നദിയിൽ ചേരുന്നു? ചിനാബ് നദിയിൽ ചേരുന്നു. അപ്പോൾ വൂളാർ നദി തടാകത്തിലോട്ട് എത്തിച്ചേരുന്ന സിന്ധുവിന്റെ പോഷക നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജലം നദിയാണ്. അടുത്തതായിട്ട് നമുക്ക് ജലം നദിയിലെ ജലവൈദ്യുത പദ്ധതി അല്ലെങ്കിൽ അണക്കെട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഉറി, കിഷൻ ഗംഗ എന്നിവയാണ് ജലം നദിയിലെ അണക്കെട്ടുകൾ. ഇതിൽ കിഷൻ ഗംഗ എന്ന് പറഞ്ഞാൽ ജലം നദിയുടെ പോഷക നദിയാണ്. രാംഗംഗ ഗംഗയുടെ പോഷക നദി. ഗംഗ എന്ന പേരിൽ പല നദികളും പോഷക നദികളും ഉണ്ട്. അത് ഏതൊക്കെ നദികളുടേതാണെന്ന് ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കാം. കിഷൻ ഗംഗ ജലം നദിയുടെ പോഷക നദിയാണ്. രാംഗംഗ ഗംഗാ നദിയുടെ പോഷക നദിയാണ്. വെയിൻഗംഗ ഗോദാവരിയുടെ പോഷക നദി. ഇത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഈ ജലം നദിയുമായി ബന്ധപ്പെട്ട് പറഞ്ഞതുകൊണ്ട് മാത്രം അതുകൂടെ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. രാംഗംഗ ഗംഗയുടെ പോഷക നദിയാണ്. വെയിൻഗംഗ ഗോദാവരിയുടെ പോഷക നദി. അപ്പോൾ ജലം നദിയിലെ ജലവൈദ്യുത പദ്ധതികൾ അല്ലെങ്കിൽ അണക്കെട്ടുകൾ ഏതൊക്കെയാണ്? ഉറിയും കിഷൻ ഗംഗയാണ്. കിഷൻ ഗംഗ ജലം നദിയുടെ പോഷക നദിയാണ്. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു യുദ്ധത്തെ പറ്റി പഠിക്കാം. ഹൈഡാസ്പസ് യുദ്ധം. ഏത് യുദ്ധമാണ്? ഹൈഡാസ്പസ് യുദ്ധം. ഈ ഹൈഡാസ്പസ് യുദ്ധം നടന്നത് ജലം നദിയുടെ തീരത്താണ്. BC 326 അലക്സാണ്ടർ ചക്രവർത്തിയും പോറസ് രാജാവും തമ്മിൽ നടന്ന ഒരു യുദ്ധമാണ് ഹൈഡാസ്പസ് യുദ്ധം. ഇത് ജലം നദിയുടെ തീരത്താണ് നടന്നത്. ഇത് BC 326 നടന്ന ഒരു യുദ്ധമാണ്. ജലം നദിയെ ഗ്രീക്ക് ഭാഷയിൽ വിളിക്കുന്ന ഹൈഡാസ്പസ് എന്നാണ്. അതുകൊണ്ടാണ് ജലം നദിയുടെ തീരത്ത് നടന്ന ആ യുദ്ധത്തിന് ഹൈഡാസ്പസ് യുദ്ധം എന്ന പേര് ലഭിച്ചത്. ഹൈഡാസ്പസ് യുദ്ധം നടന്ന വർഷം ഏതാണ്? BC 326 ജലം നദിയുടെ തീരത്താണ് നടന്നത്. ഏതൊക്കെ രാജാക്കന്മാർ തമ്മിലാണ്? അലക്സാണ്ടർ ചക്രവർത്തിയും പോറസ് രാജാവും തമ്മിലാണ് യുദ്ധം നടന്നത്. ഗ്രീക്കിൽ ജലനദിയെ വിളിക്കുന്ന പേരാണ് ഹൈഡാസ്പസ്. അതിന്റെ ഫലമായി ഈ യുദ്ധത്തിന് ഹൈഡാസ്പസ് യുദ്ധം എന്ന പേര് ലഭിച്ചു. ഇനി ജലനദിയുടെ തീരത്തുള്ള പട്ടണങ്ങൾ ശ്രീനഗറും ബാരാമുള്ള ഓൾറെഡി പറഞ്ഞു. വൂളാർ തടാകം സ്ഥിതി ചെയ്യുന്ന ബാരാമുള്ള പട്ടണത്തിലാണ്. ശ്രീനഗറിലും
ബാരാമുള്ള പട്ടണവുമാണ് പ്രധാനപ്പെട്ട പട്ടണങ്ങൾ. ജലനദിയുടെ തീരത്തുള്ള പ്രധാന പട്ടണങ്ങളാണ് ശ്രീനഗറും ബാരാമുള്ളവും. ഇത് പറയുമ്പോൾ വേറൊരു പോയിന്റ് നോക്കുക. ജമ്മുവിനെ രണ്ടായിട്ട് തിരിക്കുന്ന ഒരു നദിയുണ്ട്. ആ നദിയുടെ പേരാണ് താവി നദി. അപ്പോൾ ജമ്മുവിനെ രണ്ടായിട്ട് തിരിക്കുന്ന നദിയാണ് താവി നദി. ഇത് സിന്ധുവിന്റെ പോഷക നദികളൊന്നുമല്ല. ഈ ജമ്മുവിന്റെ ഈ ജലനദി കാശ്മീരിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാര്യം ഇവിടെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജസ്റ്റ് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പോയിന്റ് കൂടെ പറഞ്ഞു വന്നേ ഉള്ളൂ. ജമ്മുവിനെ രണ്ടായിട്ട് തിരിക്കുന്ന നദി ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് താവി നദിയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി. എന്തൊക്കെയാണ്? സിന്ധുവിന്റെ പറ്റിയും സിന്ധുവിന്റെ ഉത്ഭവത്തെ പറ്റിയും സിന്ധുവിന്റെ പോഷക നദികളുടെ ഉത്ഭവത്തെ പറ്റിയും അതിലുള്ള അണക്കെട്ടുകളെ പറ്റിയും അതെവിടെ ചെന്ന് പതിക്കുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കി. ഇത്രയും കാര്യങ്ങളാണ് സിന്ധുവിനെ പറ്റി പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. ഇനി അടുത്ത ക്ലാസ്സിൽ ഗംഗാ നദിയെ പറ്റിയും ബ്രഹ്മപുത്ര നദിയെ പറ്റിയുമുള്ള ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. സിന്ധുവും ഗംഗ, ബ്രഹ്മപുത്ര, ഹിമാലയ നദികളായ ഗംഗയുടെയും ബ്രഹ്മപുത്രയുടെയും ക്ലാസ്സുകൾ അടുത്ത ക്ലാസ്സുകളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ വീണ്ടും കാണുക. ആവശ്യമായിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒരു ബുക്കിലോ പേപ്പറിലോ എഴുതി വെക്കുക. ഇടയ്ക്കിടയ്ക്ക് അത് വായിച്ചു നോക്കുക. എന്തുകൊണ്ടെന്നാൽ ഇതിൽ പല പേരുകളും പെട്ടെന്ന് നമ്മൾ മറന്നു പോകാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് വായിച്ചു കഴിഞ്ഞാൽ മാത്രമേ പല പേരുകളും നമ്മുടെ ഓർമ്മയിൽ നിൽക്കത്തുള്ളൂ. അതുകൂടാതെ നമ്മൾ ഇത് പഠിക്കുമ്പോൾ ഒരു മാപ്പോ എന്തെങ്കിലും എടുത്ത് വെച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ ഓരോന്നിന്റെയും ഒഴുകുന്ന ദിശയും ഏതൊക്കെ സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നതെന്നൊക്കെ കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഒരു പരിധിവരെ മറന്നു പോകാതെ നമ്മളുടെ മനസ്സിൽ സൂക്ഷിക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് ഈ രീതിയിൽ ജോഗ്രഫി, ഏത് ജോഗ്രഫി, ഇന്ത്യൻ ജോഗ്രഫി ആയിക്കോട്ടെ കേരള ജോഗ്രഫി ആയിക്കോട്ടെ പഠിക്കുമ്പോൾ ഒരു മാപ്പ് കൂടെ കയ്യിൽ കരുതുക. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ടേംസ്, പ്രധാനപ്പെട്ട പേരുകളെല്ലാം എഴുതി വെച്ച് വീണ്ടും വീണ്ടും അത് വായിച്ച് ആ പേരുകൾ മനഃപ്പാഠമാക്കുക. ആ പേരുകൾ മനഃപ്പാഠമാക്കിയാൽ തന്നെ നമുക്ക് ഒരു പരിധിവരെ ഈ ജോഗ്രഫിയുടെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ജോഗ്രഫിയുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി ഓർമ്മയിൽ സൂക്ഷിക്കാൻ കഴിയും. അതുകൊണ്ട് ഈ ഒരു രീതിയിൽ എല്ലാവരും പഠിക്കാൻ ശ്രമിക്കുക. അടുത്ത ക്ലാസ്സുകൾ വരുന്നതിന് മുമ്പ് ഇപ്പോൾ കണ്ട ക്ലാസ്സുകൾ കറക്റ്റായിട്ട് പഠിക്കുക.